ഭയപ്പെടേണ്ട. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഒരു നീലയാമിനിയിൽ ഒഴുകും നിലാവലയിൽ മന്ദം മന്ദം വീശും തെന്നൽ മാലാഖമാരൊത്തു പാടി. ലോകം മുഴുവനും 2014 ഈശോയുടെ ജന്മത്തിരുനാൾ കൊണ്ടാടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ ആ തിരുനാൾ കൊണ്ടാടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ഭവനങ്ങളെയും നമുക്ക് സജ്ജമാക്കാം. പുൽക്കൂട്ടിൽ ലോകരക്ഷകനെ ഏറ്റുവാങ്ങിയ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുവചനം പറയുന്നത് റോമ 13:11. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഈ കാലഘട്ടത്തിൽ ദൈവിക സംവിധാനം മാധ്യമങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രചരിപ്പിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ലോക ആരംഭം മുതൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ധ്യാന മന്ദിരങ്ങൾ ഉയർന്നു വരുന്നു. അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടിയുള്ള വചന ശുശ്രൂഷകൾ, സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ചെയ്യുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണ്. ഇതൊരു ആത്മീയ ഉറക്കമുണ്ട്. ആ ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യരിൽ ചെറിയവർ മുതൽ മുതിർന്നവർ, വലിയവർ, ധനികരോ സമ്പന്നരോ പാവപ്പെട്ടവരാര് തന്നെയാണെങ്കിലും അവരെ അടുത്ത് നമ്മളൊരു അല്പസമയം സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് 100% പുറമേ ഏറ്റവും സന്തോഷമുള്ള സമാധാനമുള്ള വ്യക്തി എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില വ്യക്തികളുമായിട്ട് അല്പനേരം സംസാരിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവരുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബവും ഭൂമിയിൽ സ്വർഗം എന്ന് വേണമെങ്കിൽ ആ കുടുംബത്തെ പുറമേ നിന്ന് നമുക്ക് വിളിക്കാം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഞാൻ ഈ പറയുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്, സമ്പത്തിന് കുറവില്ല, ബാക്കി എല്ലാ ജീവിത സൗകര്യവും ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്തും മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ശാന്തി, സമാധാനം ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വചനത്തിൻ്റെ മുൻപിൽ, ടി വിയുടെ മുൻപിൽ ഇരുന്ന് വചനത്തിന് കാതുകൊടുക്കുന്നത്, ധ്യാന മന്ദിരങ്ങളിൽ സമയം കണ്ടെത്തി പോകുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. അപ്പോൾ ഈ സമാധാനം ഭൂമിയിൽ ഒരു മനുഷ്യനും തരാൻ പറ്റില്ല. ലോകം തരുന്നുണ്ട് സമാധാനം, അതിന് ചില പ്രത്യേകതകളുണ്ട്. ദൈവം തരുന്നുണ്ട് ചില സമാധാനം, അതിന് ചില പ്രത്യേകതകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, ഇത് രണ്ടും എടുത്തു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14:27. ഞാൻ നിങ്ങൾക്ക് ഏക്കർ സെൻറ്റ് തന്നിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ തന്നിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് വിദേശത്തേക്കുള്ള വിസ തന്നിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് ബഹുനില കെട്ടിടം പണിതു തരുന്നു. ഇതൊന്നും അല്ല പറഞ്ഞത്. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കിട്ടില്ല, ഇതൊക്കെ പണം കൊടുത്താൽ കിട്ടും. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അത് ലോകത്തിൽ ആരും പറയാത്തൊരു വാക്കാണത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, അതിൻ്റെ ആഴങ്ങളിലേക്ക് പറയുകയാണ്, ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്. ലോകം തരുന്ന ചില സമാധാനമുണ്ട്, വ്യക്തികളിൽ കൂടി കിട്ടുന്ന, വസ്തുക്കളിൽ കൂടെ കിട്ടുന്ന, സുഖസൗകര്യങ്ങളിൽ കൂടി കിട്ടുന്ന ചില സമാധാനമുണ്ട്. അതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഞാൻ നൽകുന്നത് ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം.
അപ്പോൾ ക്രിസ്മസ് സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എത്രമാത്രം സുനാമി തിരകൾ ആഞ്ഞടിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയാണെങ്കിലും ജീവിത സാഹചര്യത്തിൽ വന്ന വ്യക്തിയാണെങ്കിലും ഒരു സെക്കൻഡ് മതി കടലലകളെ ശാന്തമാക്കിയ കർത്താവിന് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിനെ ശാന്തമാക്കാൻ ആഴ്ചകളും മാസങ്ങളും ഒന്നും തമ്പുരാൻ ആവശ്യമില്ല. ഈ സമാധാനം വാഗ്ദാനം ചെയ്ത കർത്താവിന് ഒരു സെക്കൻഡ് മതി എൻ്റെ മനസ്സിൽ ശാന്തിയും സമാധാനവും തരാനായിട്ട്. ഒരിക്കൽ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ഞാനൊരു വ്യക്തിയായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം സ്വന്തക്കാരനായിട്ട് എപ്പോഴും കൊടുക്കൽ വാങ്ങൽ നടത്താറുണ്ട്. അപ്പോൾ സ്വന്തക്കാരനോട് എന്താ രേഖ വാങ്ങിക്കുന്നു? ഞാൻ പറഞ്ഞു വരുമ്പോഴും തിരുവചനം സൂചിപ്പിക്കുകയാണ്, വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ക്രയ വിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കുക, കൊടുക്കൽ വാങ്ങലിൽ രേഖ സൂക്ഷിക്കുക. സ്വന്തം അപ്പനും മകനുമായിട്ടാണെങ്കിലും സഹോദരങ്ങളായിട്ടാണെങ്കിലും സുഹൃത്തുക്കളായിട്ടാണെങ്കിലും ഞാൻ വഞ്ചിച്ചാലും ആ വ്യക്തി എന്നെ വഞ്ചിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും അങ്ങനെ ഒരു രേഖയില്ലെങ്കിൽ അവിടെ സാത്താന് കടന്നു വരാനൊരു വാതിലുണ്ട്. ഇത് അടയ്ക്കാൻ വേണ്ടി എത്ര വിശ്വസ്തരാണെങ്കിലും കൊടുക്കൽ വാങ്ങലിൽ രേഖ വാങ്ങിച്ചു കൊള്ളുക. പിന്നെ ബൈബിൾ പറയുകയാണ്, പറമ്പ് മുള്ളു കമ്പിയിട്ട് അതിർത്തി തിരിക്കുക. ചേട്ടൻ്റെ ഭൂമിയല്ലേ, ചിറ്റപ്പൻ്റെ അല്ലേ, പേരപ്പൻ്റെ അല്ലേ, അതുകൊണ്ട് അതിലൊന്നും വേണ്ട. ഒരു പക്ഷേ ഈ അപ്പൻ്റെ കാലശേഷം മക്കളായിട്ടായിരിക്കാം ഇതിൻ്റെ പേരിൽ കേസും കോടതിയാകുന്നു. എന്താണോ 5 സെൻറ്റാണെങ്കിലും 50 ഏക്കറാണെങ്കിലും ഉള്ളതിന് അതിര് തിരിക്കുക. വീണ്ടും പറയുകയാണ്, പെട്ടി പൂട്ടി സൂക്ഷിക്കുക. എനിക്കെല്ലാവരെയും വിശ്വാസം നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഞാൻ ഒത്തിരി നിരപരാധികളെ സംശയിക്കാൻ തുടങ്ങും. അതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് പോയത് ഞാൻ പോട്ടെന്ന് വയ്ക്കാം, പക്ഷേ ആ കൂട്ടത്തിൽ ഒത്തിരി നിരപരാധികൾ സംശയിക്കാൻ തുടങ്ങും. ചിലർ ഒരു പക്ഷേ ഞാൻ പ്രതിസ്ഥാനത്ത് നിർത്തിയെന്നിരിക്കും. ഇതിൽ നിന്നൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ബൈബിൾ പറയുകയാണ്, പെട്ടി പൂട്ടി സൂക്ഷിക്കുക, പറമ്പ് മുള്ളു കമ്പിയിട്ട് അതിർത്തി തിരിക്കുക, ക്രയവിക്രയങ്ങളിൽ കൊടുക്കൽ വാങ്ങലിൽ രേഖ സൂക്ഷിക്കുക. അപ്പം ഞാനീ പറഞ്ഞ വ്യക്തി ഇപ്പം ലക്ഷങ്ങൾ, ഒരു 10 ലക്ഷം 20 ലക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങിക്കുന്നു കൊടുക്കുന്നു. നാളുകൾ കടന്നുപോയി. ഒരിക്കൽ 40 ലക്ഷം രൂപയാണ് സ്വന്തക്കാരൻ്റെ കയ്യിൽ. സാധാരണ പറഞ്ഞ സമയത്തിന് മുൻപ് കൊണ്ട് കൊടുക്കാറുള്ളതാണ്. ഇത് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പൈസ കൊടുത്ത് കാണുന്നില്ല. ഇന്ന് ആദ്യമായിട്ട് മനസ്സിൽ ഒരു ഭയം കടന്നു വരാൻ തുടങ്ങുകയാണ്. പറഞ്ഞ സമയമായിട്ടും പൈസയൊന്നും തരുന്ന കാണുന്നില്ല, പിന്നെ ഉറക്കമില്ല, പിന്നെ ഊണില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്നാൽ പിന്നെ സ്വന്തക്കാരൻ നേരിട്ടൊന്ന് സംസാരിച്ചു കൂടെ? അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ പറയുകയാണ്, അങ്ങനെയാണ് ആ സംഭാഷണം അവസാനിച്ചത്. തൽക്കാലം തരാൻ ഉദ്ദേശിച്ചിട്ടില്ല, പറ്റുമെങ്കിൽ താൻ കിട്ടുന്ന വഴി നോക്കിക്കൊള്ളുക. യോഹന്നാൻ്റെ സുവിശേഷം 10:10 ഈശോ പറഞ്ഞു, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാൻ, അത് സമൃദ്ധമായിട്ടുണ്ടാകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കള്ളൻ വരുന്നത് ഒരിക്കലും അവൻ വരുന്നത് അവന് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലായിരിക്കും കള്ളൻ വരുന്നത്. പിശാച് ഒരു മനുഷ്യനിലേക്ക്, ഒരു കുടുംബത്തിലേക്ക്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവൻ്റെ ഉള്ളിൽ, അവളുടെ ഉള്ളിൽ സുനാമി തിരകൾ ആഞ്ഞടിക്കുമ്പോഴാണ്. അങ്ങനെയുള്ള സമയത്താണ് കൊല്ലാനോ ചാകാനോ ഉള്ള തോന്നലൊക്കെ തരുന്നത്. എൻ്റെ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്ന സമയത്തല്ല. ഇപ്പം ഇയാളുടെ മനസ്സിൽ സുനാമി തിരകൾ ആഞ്ഞടിക്കുക. 40 ലക്ഷം അവൻ വഞ്ചിച്ചിട്ട് പറയുന്ന വാക്ക്, പറ്റുമെങ്കിൽ കിട്ടുന്ന വഴി നോക്കിക്കോ. വാടക ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തു ഈ വ്യക്തിയെ ഭൂമുഖത്ത് തുടച്ചു നീക്കാനായിട്ട്. വാടക ഗുണ്ടകൾ വീട്ടിൽ വരുന്നു, മദ്യപിക്കുന്നു, ബഹളം വയ്ക്കുന്നു. ഭാര്യ ചോദിച്ചു, ആരൊക്കെയാണ് ഇന്ന് ആളുകൾ ഇവിടെ വരുന്നത്? ഇങ്ങനെയുള്ളവർ നീ വീട്ടിൽ വരാറില്ലല്ലോ. അദ്ദേഹം കൊടുത്ത മറുപടി, ഞാൻ 40 ലക്ഷം ഉണ്ടാക്കാൻ മാത്രമല്ല പഠിച്ചിരിക്കുന്നത്, അത് അനുഭവിക്കില്ല, അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ആങ്ങളമാരെ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ഒരു വാഹനത്തിൽ കയറ്റി ഡിവൈനിൽ കൊണ്ടുവരികയാണ്. ഈ ഒരുക്കപ്പെടാത്ത ഹൃദയമാണ്. വചനം വിതയ്ക്കാൻ പോയി ഒരുക്കപ്പെടാത്ത നിലത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. ഇദ്ദേഹം മാനസികമായിട്ട് ഒരുങ്ങി വന്നതല്ല, പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു വചനവും അയാളെ സ്പർശിക്കുന്നില്ല. കൗൺസിലിന് പോയി, മനസ്സ് തുറക്കുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, വളരെ കോപത്തോടുകൂടി കൗൺസിലോട് പറഞ്ഞു, എനിക്കൊരുത്തനെ കൊല്ലണം. അങ്ങനെയാണ് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഈ മനുഷ്യൻ്റെ മുഴുവൻ പ്രശ്നവും കേട്ടിട്ട് അച്ഛൻ കൊടുത്തൊരു ഉപദേശമാണ്, നീ ഒരു കാര്യം ചെയ്യേ, ആ 40 ലക്ഷം നീ പോട്ടെന്ന് വയ്ക്കുക, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം ഇതിൻ്റെ ഇരട്ടി നിനക്ക് തരും. ഇത് സാധാരണ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല ഈ ഉപദേശം. 40 ലക്ഷം രൂപ വഞ്ചിക്കപ്പെട്ടവനോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? എങ്ങനെ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും? ആ ധ്യാനം ഒന്നുകൊണ്ടും പ്രയോജനപ്പെട്ടില്ല. അദ്ദേഹം ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയി. രണ്ടാമത്തെ ധ്യാനത്തിന് പിറ്റേ ദിവസം തന്നെ, ശനിയാഴ്ച അവിടെ ധ്യാനം വന്ന് കഴിയുന്നു, ഞായറാഴ്ച അടുത്ത ധ്യാനത്തിന് സോമനസാവ് വന്നു. ഈ പ്രാവശ്യവും അദ്ദേഹം പനക്കിലച്ചൻ്റെ അടുത്തെത്തി.
അദ്ദേഹം കുറേ ഉപദേശങ്ങൾ കൊടുത്തു, സ്വീകാര്യമായിരുന്നില്ല. മൂന്നാമത്തെ ധ്യാനത്തിന് തുടർച്ചയായിട്ട് ഡിവൈനിൽ വന്നു. ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ പറഞ്ഞു, ഇവിടെ 1500-ൽ പരം പ്രേക്ഷിതർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, നീ കുറച്ച് നാൾ ഇവിടെ നിന്ന് പറ്റുന്ന ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ അവിടുത്തെ ഒരു പ്രേക്ഷിതനായി മാറി. അവിടെ 24 മണിക്കൂർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുന്നുണ്ട്. കണ്ണീരോടുകൂടി ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് ഈ 40 ലക്ഷത്തെക്കുറിച്ച്. ഇത് കേസ് പറഞ്ഞു വാങ്ങിക്കാൻ ഒരു രേഖയില്ല. കണ്ണിൽ കൂടി ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുകയാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഒരു മാറ്റം സംഭവിച്ചു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ 40 ലക്ഷം കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, ചുരുങ്ങിയ പക്ഷം ഈ 40 ലക്ഷത്തെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിൻ്റെ ഭാരമെങ്കിലും ഒന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വായടയുന്നതിന് മുൻപ് അദ്ദേഹം സ്വർഗീയ ആനന്ദത്തിൽ നിറയാൻ തുടങ്ങി. സ്വർഗീയ ആനന്ദത്തിൽ നിറയുക. കാരണം ഇത് വചനം അനുസരിച്ചുള്ള പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 11:28 ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം അധ്യായം 11:28 മുതലുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. അതെന്ത് ഭാരമായിക്കോട്ടെ, പാപഭാരമായിക്കൊള്ളട്ടെ, കുടുംബഭാരമായിക്കൊള്ളട്ടെ, സാമ്പത്തിക ഭാരമായിക്കൊള്ളട്ടെ, അതിന് വേർതിരിവൊന്നുമില്ല. എന്ത് അധ്വാനമായിക്കൊള്ളട്ടെ. ഒരുപക്ഷെ ഈ നശിച്ച മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അധ്വാനം, മാനുഷികമായ തലത്തിലുള്ള അധ്വാനം പരാജയപ്പെട്ട് കാണും. കർത്താവിനോട് കൂടി അധ്വാനിക്കുമ്പോൾ സെക്കൻഡുകൾക്ക് വെച്ച് അതിൽ നിന്ന് വിടുതൽ കിട്ടുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന 40 ലക്ഷം കിട്ടാനല്ല, അത് കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, ഈ 40 ലക്ഷത്തെക്കുറിച്ചുള്ള മനസ്സിൻ്റെ ഭാരം ഒന്ന് ഏറ്റെടുക്കണം. ഇതാ പ്രാർത്ഥന. പ്രാർത്ഥിച്ച് വായടയുന്നതിന് മുൻപ് അദ്ദേഹം സ്വർഗീയമായ ഒരു സന്തോഷത്തിൽ അങ്ങ് അയാളുടെ ഉള്ളിൽ വന്ന് നിറയുക. അദ്ദേഹം സ്തുതിക്കാൻ തുടങ്ങി. ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണെന്നറിയില്ല, മനുഷ്യന് ഇത്രയും കണ്ണുനീരുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം അയാളുടെ വസ്ത്രം മുഴുവൻ കണ്ണുനീരുകൊണ്ട് നനഞ്ഞു. ഈ സ്തുതിപ്പിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ആ മകനെ കൂടി രക്ഷിക്കാനാണല്ലോ അങ്ങ് മനുഷ്യാവതാരം എടുത്തതും കുരിശിൽ മരിച്ചതും. ഈ 40 ലക്ഷത്തിൻ്റെ പേരിൽ ആ വ്യക്തി നശിക്കാനിടയാകരുത്. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, തീ പിടിച്ചെടുത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കെട്ടുപോകുന്ന പോലെ ആ മനസ്സിലെ ആ വികാരം മാറിയിട്ട് ആ വ്യക്തിയോട് സ്നേഹവും സഹതാപവും തോന്നാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അന്ന് മുതൽ ഞാനുമായിട്ട് സംസാരിക്കുന്ന ആ സമയം വരെ ഒരു 40 പൈസ നഷ്ടപ്പെട്ട മാനസിക ഭാരം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ബ്രദറെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, ദൈവത്തിന് ഒരു വ്യക്തിക്ക് സമാധാനം നൽകാൻ അത് എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും അതിന് ആഴ്ചകളും വർഷങ്ങളും ഒന്നും ആവശ്യമില്ല. ആ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരും. പിന്നെ പ്രശ്നം എവിടെയാണ്? എന്നിട്ടും മനുഷ്യർ എന്തുകൊണ്ട് സമാധാനമില്ലാതെ കഴിയുന്നു? ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41-42 വചനം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഒരിടത്ത് നമ്മൾ കണ്ടു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്ന ഈശോ പറയുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നു. എന്നിട്ടും മനുഷ്യർ എന്തുകൊണ്ട് ആത്മഹത്യ പെരുകുന്നു? കുടുംബസമാധാനം തകരുന്നു. എവിടെയാണ് കുഴപ്പം? സഭയിലാണോ കുഴപ്പം? ദൈവത്തിൻ്റെ വചനത്തിലാണോ കുഴപ്പം? ഈ വചനം അരുൾ ചെയ്ത ദൈവത്തിലാണോ കുഴപ്പം? എന്നിലാണോ കുഴപ്പം? എവിടെയാണ് പ്രശ്നം? ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41-42 വാക്യങ്ങൾ. അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അവൻ വിലപിക്കാൻ തുടങ്ങി. അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ യേശു വിലപിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നൊരു വാക്ക്, സമാധാനത്തിനുള്ള മാർഗം ഈ നാളുകളിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അതിപ്പോൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വഴിയുണ്ട് സമാധാനത്തിൽ. ഏത് തകർന്ന മനുഷ്യൻ്റെയും തൊട്ടടുത്ത് സമാധാനത്തിലൊരു വഴിയുണ്ട്. പക്ഷേ അതിപ്പോൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുക. ധാരാളം സംഭവങ്ങൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ സാറായുടെ ദാസിയും കുഞ്ഞിനെയും ഇറക്കി വിട്ടു. ആ കുഞ്ഞിനെയും കൊണ്ട് പോവുക. തോൽസഞ്ചിയിൽ അല്പം വെള്ളമുണ്ട്, അപ്പം ഉണ്ടായിരുന്നു. മരുഭൂമിയിലെ യാത്രയുടെ ഇടയിൽ അപ്പവും തീർന്നു, വെള്ളവും കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ. അപ്പോൾ കുട്ടിക്ക് കൊടുക്കാൻ വെള്ളമില്ല, കുട്ടി മരിച്ചുകൊണ്ടിരിക്കുക. ഒരു മുൾച്ചെടിയുടെ ചുവട്ടിൽ കൊണ്ട് കുഞ്ഞിനെ കിടത്തിയിട്ട് ഈ കുട്ടി മരിക്കുന്നത് കാണാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് അമ്മ മറുഭാഗത്തേക്ക് നോക്കി നീക്കുക. ആ കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു എന്നാണ് പറയുന്നത്. ആ കുഞ്ഞിൻ്റെ നിലവിളി ദൈവം കേട്ടു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നപ്പോൾ തൊട്ടടുത്തൊരു കിണർ. ഇതിപ്പോൾ കുഴിച്ചതല്ല, കിണറവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത് ഇവളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബൈബിൾ പറയുകയാണ്,
അതിപ്പോഴും നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുക. ഇതാരെയും മറയ്ക്കുന്നത്? ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനവും കിട്ടാനുള്ള വഴി ആ വ്യക്തിയിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് ആരെയും മറച്ചു പിടിക്കുന്നത്? 2 കൊരിന്ത്യസ് 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം വായിച്ചാൽ വ്യക്തമാണ് ആരാണ് ഈ മറച്ചു പിടിക്കുന്നത്. 2 കൊരിന്ത്യസ് അധ്യായം 4-ന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇവിടെ ഈശോ പറഞ്ഞ വാക്ക് നമ്മൾ കണ്ടു. സമാധാനത്തുള്ള മാർഗം ഈ ദിവസങ്ങളിലെങ്കിലും, ഈ ക്രിസ്മസ് നാളുകളിലെങ്കിലും ലോകം മുഴുവൻ വചനം പ്രഘോഷിക്കപ്പെടുന്ന, ക്രിസ്തുവിൻ്റെ ജന്മത്തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലങ്ങളിലെങ്കിലും വ്യക്തിപരമായിട്ട് നിനക്കും നിൻ്റെ കുടുംബത്തിനും സമാധാനം തരാനുള്ള ഈ മാർഗം ഇന്നെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് പറയുകയാണ് അതിപ്പം നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ഈ മറച്ചു പിടിക്കുന്നത്? 2 കൊരിന്ത്യസ് 4:4 പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഇങ്ങനെ പുൽക്കൂടൊരുക്കിയും ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറിയും ഓരോ ക്രിസ്മസുകൾ കടന്നു പോകുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റം ഈ ആഘോഷം കൊണ്ടൊന്നും നടക്കുന്നില്ല. കാരണം എന്താണ്? ഈ ലോകത്തിൻ്റെ ദേവൻ അത് മറച്ചു പിടിച്ചിരിക്കുക. അപ്പോസ്തല പ്രവർത്തനം അധ്യായം 9:17 പണ്ഡിതനായ സാവൂൾ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. എല്ലാം അറിയാം, ദൈവത്തെക്കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചും ആരെയും പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ ഈ സമാധാനം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അനനിയാസ് ആ മകൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണു. ഈ തിരുവചനം കേൾക്കുന്ന ധാരാളം പേരുടെ കണ്ണിൽ നിന്ന് അടർന്നു വീഴാനുണ്ട് ചെതുമ്പൽ. ഏതേത് വ്യക്തിയുടെ കണ്ണിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഈ മറ മാറുന്നോ അവരൊരു പുതിയ ആകാശവും പുതിയ ഭൂമി ആ വ്യക്തിയുടെ മുമ്പിൽ തുറക്കപ്പെടുക. ഇനി ഇന്നലെ വരെ കണ്ടതുപോലെയല്ല താൻ തൻ്റെ ജീവിത പങ്കാളിയെ കാണുന്നത്. ഒരു പുതിയ രീതിയിൽ അവളോട് ചെയ്ത ക്രൂരതയെക്കുറിച്ചൊരു സഹതാപം തോന്നുക, ഒരു സ്നേഹം തോന്നുക, ഒരു അനുകമ്പ തോന്നുക. ഇനി ഞാൻ അല്പം വേദനിച്ചാലും ഞാൻ മൂലം എൻ്റെ മാതാപിതാക്കൾ വേദനിക്കാൻ പാടില്ല, എൻ്റെ ജീവിത പങ്കാളി വേദനിക്കാൻ പാടില്ല. അങ്ങനെയൊരു തോന്നുന്നു. ഇതല്ലേ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നു. അപ്പം ആ മറയ്ക്കപ്പെട്ടിരുന്ന ചെതുമ്പൽ അങ്ങ് വീണു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം ആ വ്യക്തിയുടെ മനസ്സിനെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, ഒരു സമാധാനത്തിൻ്റെ മാർഗം ഏതൊരു വ്യക്തിക്കും നമ്മുടെ മുൻപിലുണ്ട്. മറയ്ക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള ഈ സമാധാനത്തിൻ്റെ മാർഗം തപ്പിത്തടയുക, അന്ധന്മാരെ പോലെ തപ്പിത്തടയുക, അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ബൈബിൾ ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സതുവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇത് ഒരു ശിക്ഷയുടേതല്ല, ഒരു പാപിയെ വേട്ടയാടി പിടിച്ച് ജയിലിലടയ്ക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല. ഒരു പാപിയെ തേടിപ്പിടിച്ച് 99 നീതിമാന്മാരെയും വിട്ടിട്ട് കൂട്ടം തെറ്റിപ്പോയ ഒരു മകൾക്ക് വേണ്ടി നല്ല ഇടയൻ്റെ ചിത്രമാണ് ഈശോ പറഞ്ഞു തന്നത്. അപ്പം അത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സതുവാർത്തയാണ്. ഈ യേശുവിനെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ ഏത് തകർന്ന ഹൃദയത്തിനും ഏത് തകർന്ന അവസ്ഥയിലുള്ളവർക്കും ഒരു പുതിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അത് ഉപരിപ്ലവമായിട്ടുള്ള ആഘോഷം കൊണ്ട് ഇത് നമ്മളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് യേശുവിൻ്റെ മാർഗത്തിലൂടെ ചരിക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ, യേശുവിനെ തേടുമ്പോൾ, യേശു വാഗ്ദാനം ചെയ്ത ശാശ്വതമായ ശാന്തിയും സമാധാനവും ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ! യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇനി ഇതെങ്ങനെയാണ് സ്വന്തമാക്കാൻ പറ്റുന്നത്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 76-77 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ്, അന്നൊരു വഴിയൊരുക്കൽ അഴിക്കാൻ വേണ്ടി ദൂതനെ അയക്കുന്നു. ആ ദൂതൻ എന്തു പറഞ്ഞാണ് ഒരുക്കുന്നത് അതെല്ലാം അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴി ഒരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും, പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും. അപ്പം നമ്മൾ പാപമോചനത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ആ അറിവ് കിട്ടാതെ നമ്മൾ സമാധാനം തേടി നവനാൾ പ്രാർത്ഥന വളരെ നല്ലതാണ്. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ്. പ്രാർത്ഥിക്കുന്നത് എല്ലാം നല്ലതാണ്. പക്ഷേ ഇതിലൂടെയെല്ലാം എന്നിലേക്ക് ഒഴുകി വരേണ്ട കൃപ ഒഴുകി വരുന്നത്, ലാസറിൻ്റെ കുടുംബത്തെ ദൈവം അത്യധികം സ്നേഹിച്ചിരുന്നു. വലിയ കോടീശ്വരനാണ് ലാസർ. അദ്ദേഹത്തിൻ്റെ പല വീടുകളും സുവിശേഷത്തിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ലാസർ മരിച്ചു. 4 ദിവസം കഴിഞ്ഞാണ് യേശു വരുന്നത്. ആ സഹോദരിമാരുടെ കണ്ണുനീര് കണ്ട് യേശുവും കണ്ണുനീര് പൊഴിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ. എന്നിട്ട് യേശു ചോദിക്കുന്നുണ്ട്, എവിടെയാണ് അവനെ അടക്കിയിരിക്കുന്നത്? അപ്പോൾ ആ സഹോദരി
കൂട്ടിക്കൊണ്ടു പോകുകയാണ് ശവക്കല്ലറയിലേക്ക്. ഇന്ന് കണ്ണുനീര് പൊഴിക്കുന്ന നിങ്ങളോട് യേശു ചോദിക്കുന്നുണ്ട്, മകനെ മകളെ, നിൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കേണ്ടത്? അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ദൈവത്തിന് അറിഞ്ഞുകൂടെ, ഞാൻ പറയണം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 41 മുതലുള്ള വാക്യങ്ങളിൽ അന്ധനായ യാചകൻ, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? അവൻ അന്ധനാണെന്ന് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു, യാചകനാണെന്ന് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ഇനി അയാൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അത് അങ്ങേക്കറിയാൻ പാടില്ല, അറിയാം. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ ലിസ്റ്റ് കൊടുക്കുക. എന്തെല്ലാം പ്രശ്നങ്ങൾ കാണും ഒരു യാചകന്, എന്തെല്ലാം താല്പര്യങ്ങളും ആവശ്യങ്ങളും കാണും. ഇതൊക്കെ നിറവേറ്റി കൊടുക്കാൻ കഴിവുള്ളവനാണ് ചോദിക്കുന്നത്. അവൻ ഒന്നേ പറഞ്ഞോളൂ, എനിക്ക് കാഴ്ച കിട്ടണം. കാരണം ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നത്, ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടണം. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് സഹോദരിമാരോട്, എവിടെയാണ് അവനെ അടക്കിയിരിക്കുന്നത്? ആ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴേതാണ്ട് 4 ദിവസം കഴിഞ്ഞ് ലാസർ ദ്രാവക രൂപത്തിൽ കുഴിയുടെ അടിയിൽ, ഉയർപ്പിക്കാൻ കഴിവുള്ള കർത്താവ് പുറത്തു നീക്കുക. പക്ഷെ ഇതിനിടയിൽ ഒരു തടസ്സമുണ്ട്. മനുഷ്യനായിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്നൊരു കല്ല്. ഈ കല്ല് ഈശോ പറഞ്ഞ് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയെ മാറ്റാമെന്ന് ഈശോ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു വചനം പറഞ്ഞാൽ ഈ കല്ല് ഉരുകിപ്പോവും, ഭസ്മമാക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്തില്ല. ആ കല്ലെടുത്ത് മാറ്റുവിൻ. ആ കല്ല് യേശു വചനം കൊണ്ട് മാറ്റിയിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ട ഒരു സന്ദേശം കിട്ടാതെ പോകുമായിരുന്നു. ആ കല്ലെടുത്തു മാറ്റാൻ പറഞ്ഞപ്പോൾ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ്. പക്ഷെ ഞാനായിട്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന തടസ്സം ഞാൻ നീക്കണം. ഞാനായിട്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന തടസ്സം ഞാൻ നീക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതം എനിക്ക് ദർശിക്കാൻ പറ്റുന്നത്. അപ്പോൾ സഹോദരിമാർ മാനുഷികമായ രീതിയിൽ പറഞ്ഞ, കർത്താവേ, 4-ാം ദിവസമാണ്, ദുർഗന്ധം ഉണ്ടാകും. അപ്പോൾ യേശു ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളായിട്ട് വെച്ചിരിക്കുന്ന തടസ്സങ്ങൾ അത് പാപമാണ്. ആ കല്ല് ദൈവത്തിൽ നിന്നും എന്നെ അകറ്റുന്ന, ദൈവത്തിൻ്റെ കൃപ എന്നിലേക്ക് ഒഴുക്ക് തടയുന്നത് നമ്മുടെ പാപമാണ്. ഇത് ഞാൻ ഉപേക്ഷിക്കേണ്ടതാണ്, ഞാൻ കണ്ടെത്തേണ്ടതാണ്, ഞാൻ തീരുമാനം എടുക്കേണ്ടതാണ്. ബാക്കി ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. അതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച്. വെറും ഒരു ഉപരിപ്ലവമായിട്ടുള്ളൊരു സന്തോഷം, താൽക്കാലിക സന്തോഷം, ധ്യാന മന്ദിരത്തിലിരുന്ന് 5 ദിവസം കൈപൊട്ടി പാടിയപ്പോൾ ലോകത്തിൻ്റെ ശബ്ദ കോലാഹലത്തിൽ നിന്ന് മാറി പ്രഭാതം മുതൽ പ്രദോഷം വരെ വചനവും പാട്ടുമായിട്ടിരിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അതിന് വേരില്ല. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ശബ്ദകോലാഹലത്തിൽ മാറി 4-5 ദിവസം ദൈവവചനവും പാട്ടും പ്രാർത്ഥനയായിട്ടിരിക്കും ഉപരിപ്ലവമായിട്ടുള്ളൊരു സമാധാനമുണ്ട്. അതിന് വേരില്ല. അതിനെയാണ് യേശു പറഞ്ഞത് പാറപ്പുറത്ത് വീണ വിത്ത് എന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് സ്വീകരിച്ചു, വചനം സ്വീകരിച്ചു, മുളച്ചു പൊങ്ങി. പ്രതികൂല സാഹചര്യം വന്നപ്പോഴത് കരിഞ്ഞുപോയി, വാടിക്കരിഞ്ഞുപോയി. അതല്ല ഈശോ തരുന്ന സമാധാനം. പാപമോചനം വഴിയുള്ള രക്ഷ എന്ന് പറയാൻ ശാശ്വതമാണ്. അപ്പോൾ എൻ്റെ പാപങ്ങൾ ഞാൻ ഉപേക്ഷിക്കുമ്പോൾ, ആ കല്ലെടുത്ത് മാറ്റുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത ശാശ്വതമായ ശാന്തി അത് എന്നിലേക്ക് കർത്താവ് തരുന്നു. ഒരു തിരി ഞാൻ കത്തിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള 10,000 തിരികൾ എനിക്ക് അതിൽ നിന്ന് കത്തിക്കാൻ പറ്റും. അത് കെടാതെ ഞാൻ സൂക്ഷിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് എത്രയോ തിരികൾ വേണമെങ്കിൽ എനിക്ക് കത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നത്, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ ആ സമാധാനം സ്വന്തമാക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതൊരൊറ്റ ദിവസം കൊണ്ട് നടക്കുന്ന സംഭവമായിരിക്കില്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പറ്റുന്ന ഒരു സംഭവം, അനുഭവപ്പെടുന്ന ഒരു സംഭവമായിരിക്കില്ല. ചിലർ ധ്യാനം കൂടി അത് പിറ്റേ ദിവസം തന്നെ അത് കാണാൻ ആഗ്രഹിക്കുക. അതിനെക്കുറിച്ച് പഴയ ആൾക്കാർ പറയാറുണ്ട്, കുരങ്ങ് പൂച്ചെടി നട്ടതുപോലെ എന്നൊരു ഉദാഹരണം പറയാറുണ്ട്. അപ്പം ഞാനതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കുരങ്ങ് എവിടുന്ന് ഒരു പൂച്ചെടിയുടെ കമ്പ് കൊണ്ടുവന്ന് കാട്ടിൽ പുഴയോരത്ത് നട്ടു. ആ ചെറിയ കൈ കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കോരി ഒഴിച്ച് നനച്ചു. വൈകുന്നേരം ആയപ്പോൾ കുരങ്ങൻ അറിയണം ഇതിന് വേര് മുളച്ചോ ഇല്ലയോ എന്ന്. ഒന്ന് പിഴുതു നോക്കി, വേരൊന്നും മുളച്ചിട്ടില്ല. അപ്പം അതിന് മനസ്സിലായി ചിലപ്പം വേര് മുളയ്ക്കാനുള്ള സമയമായിട്ടുണ്ടാകില്ല. ക്ഷമയോടുകൂടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു, രാത്രി സുഖമായിട്ട് വിശ്രമിച്ചു. കാലത്ത് പിന്നെ അറിയണം ഇതിന് വേര് മുളച്ചോ എന്ന്. അത് ഒന്നുകൂടി പിഴുതു നോക്കി, വേര് മുളച്ചിട്ടില്ല. അപ്പോഴും കുരങ്ങ് പിന്നെയും ക്ഷമയോടുകൂടി അവിടെ തന്നെ നട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. വൈകുന്നേരം വന്ന് ഒന്നുകൂടി പിഴുതെടുത്തപ്പോൾ നോക്കിയപ്പോൾ അതിന് വേര് മുളച്ചിട്ടില്ല. വലിച്ചെരേറും കൊടുത്ത് കുരങ്ങൻ്റെ വഴിക്ക് പോയി. ഇങ്ങനെ കുറേ ഭക്തന്മാരുണ്ട്. മാതാവേ, 7 ദിവസം ഈ നൊവേനയ്ക്ക് വരും, ഇതിൻ്റെ ഉള്ളിൽ പെണ്ണിൻ്റെ കല്യാണം നടത്തി തന്നേക്കണം. നടന്നാൽ ആ കിട്ടിയ പെണ്ണിൻ്റെ കല്യാണം കൊണ്ട് അയാൾ പോയി. നടന്നില്ലെങ്കിൽ അടുത്ത ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും, കണിയാൻ്റെ അടുത്ത് പോകും. എന്താ തടസ്സം എന്നൊന്ന് നോക്കിക്കേ. ഈ ഭക്തി വിട്ടിട്ട്
കുറച്ചുകൂടി ആഴങ്ങളിലേക്കാണ് ദൈവം വിളി. സമാധാനത്തിനുള്ള മാർഗം ഈ ദിവസങ്ങളിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര ഒരു ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് സന്ദേശം തരാൻ വേണ്ടിയാണ് ദൂതനെ അയച്ചത്. ആ ദൂതൻ അറിയിച്ച സന്ദേശമാണ് ലിഖിത രൂപത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇത് സമാധാനവും സന്തോഷമില്ലാത്ത ലോകത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് പ്രഘോഷിക്കുക എന്നുള്ളതാണ് വചന പ്രഘോഷണത്തിൻ്റെ കടമ. ഇതാര് നിർവഹിക്കണം? അതാണ് എഫേസ്യസ് 4:11 പറഞ്ഞിരിക്കുന്നത്. എഫേസ്യസ്കാർക്ക് ലേഖനം അധ്യായം 4:11. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും പ്രബോധകരും ഇടയന്മാരും മറ്റും ആകാൻ വരം നൽകി. അവൻ ചിലർക്ക് വരം കൊടുത്തു. എഴുതപ്പെട്ട തിരുവചനം സഭയോട് ചേർന്ന് ദൈവജനത്തിന് ഉതകുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ചിലർക്ക് ദൈവം ആ വരം കൊടുക്കുന്നു. ആ വരമുള്ളവർ ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയത് പ്രഘോഷിക്കുന്നു. വ്യക്തികൾ ക്ഷമയോടുകൂടി ധ്യാന മന്ദിരങ്ങളിൽ, ടി വിയുടെ മുൻപിൽ കൃത്യമായിട്ട് സമയം വെച്ച് അവർക്കറിയാം. അതിൻ്റെ മുമ്പിൽ അവർ കാതു കൊടുക്കുന്നു. അതിലൂടെ അവർക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാകുന്നു. അതിനോട് അവർ സഹകരിക്കുന്നു. അവർ ശാശ്വതമായ ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് നടന്നു നീങ്ങുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം വാഗ്ദാനം ചെയ്ത ശാന്തി, സമാധാനം അത് നമുക്കൊരു സെക്കൻഡ് കൊണ്ട് അനുഭവപ്പെടുമെങ്കിലും അത് പൂർണ്ണമായിരിക്കില്ല. ഒരു ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒന്നാണ്. ഒരു ചെടി നട്ട് നമ്മൾ അളന്ന് നോക്കുക. 1 മീറ്റർ ഉയരമുള്ള ഒരു വാഴ നടുകയാണ്. ഇത് വളരുന്ന കാണാൻ വേണ്ടി ഞാൻ രാവും പകലും കാത്തിരിക്കുക. എനിക്കത് കാണാൻ പറ്റില്ല. നാളുകൾക്ക് ശേഷം ഞാൻ അളന്നു നോക്കുമ്പോൾ ആ വാഴ വളർന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കുള്ള രക്ഷയുടെ വരവ്. അങ്ങനെയാണ്. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും ഓരോ വ്യക്തിയും തനിക്കും തൻ്റെ കുടുംബത്തിനും ശാശ്വതമായ ശാന്തിയും സമാധാനവും നൽകുന്ന ആ സമാധാനത്തെന്ന ആളുകൾ അനുഭവിച്ചറിയട്ടെ. അതിന് സമാധാനമില്ലാത്തവർ അത് തേടുന്നു. സമാധാനം ലഭിച്ചവർ പണ്ട് നമ്മളായിരുന്ന അവസ്ഥയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. അതോടുകൂടി ഈ വർഷാവസാനം നമ്മുടെ ഈ ശുശ്രൂഷകൾ നടക്കുന്നത് വഴി അനേകായിരം വ്യക്തികളും കുടുംബങ്ങളും ശാശ്വതമായ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും ദൈവപരം നയിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.